നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞു കാണും, അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട സുപ്രധാന ഹൈക്കോടതി വിധി വന്നിരുന്നു. നമുക്കറിയാം, നേരത്തെ നമ്മുടെ കാറുകളിൽ ഈ ചൂടുകാലത്ത് പോലും സൺഫിലിം, കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് വലിയ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഇതിനെതിരെ നമ്മുടെ വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് നിരത്തിലിറങ്ങുന്ന വാഹന ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും മുഖത്തടിക്കുന്ന ഹൈക്കോടതി വിധിയാണ് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉണ്ടായത്. ഈ വിധി അനുസരിച്ച് വാഹനങ്ങളുടെ വിൻസ്ക്രീനിൽ, മുമ്പിലും പുറകിലുമുള്ള വിൻസ്ക്രീനിൽ 70% ട്രാൻസ്പെറൻസി ഉള്ള ഫിലിം ഒട്ടിക്കുന്നതിന്, അതുപോലെ സൈഡ് ഗ്ലാസ്സിൽ 50% ട്രാൻസ്പെറൻസി ഉള്ള കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അങ്ങനെ ഒട്ടിക്കുന്ന വാഹന ഉടമകളെ യാതൊരു തരത്തിലും പീഡിപ്പിക്കരുത്, ഫൈൻ അടിച്ചോ അല്ലെങ്കിൽ നിയമ നടപടികൾ എടുത്തോ പീഡിപ്പിക്കരുത് എന്ന കർശനമായ താക്കീതാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. ഈ സാഹചര്യത്തിൽ ടിൻ ഫിലിം ഒട്ടിക്കുന്ന, കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വാഹന ഉടമകളുടെ തിരക്കാണ്, കൂളിംഗ് ഫിലിം ഒട്ടിക്കാനുള്ള തിരക്കാണ്. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലാണ്, കോട്ടയത്തെ കാർ ടിൻറ്റ് എന്ന സ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. നമുക്കിവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞു വരാം. വാഹന ഉടമകൾ ഒരുപാട് പേര് അവരവരുടെ കാറുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടും സംസാരിക്കാം. നമ്മുടെ ഈ ഹൈക്കോടതി വിധിയെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാം ഈ ലോങ് ഒരുപാട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ലോങ് പോകുന്നതാണ്. അപ്പം യൂസ് ചെയ്യുന്ന അത്യാവശ്യം വലിയ വണ്ടികളാണ്. അപ്പോൾ അതിന് ഇതുപോലെ ഈ ഇനിയിപ്പോൾ സമ്മർ വരുവാണ്. ആ സമ്മർ ടൈമിലൊക്കെ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള ചൂടെന്ന് പറഞ്ഞാൽ അത് മൈലേജിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മുടെ കംഫോർട്ടും. അപ്പോൾ ഈ വിധി ഒരു ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. 50% വരെയുള്ള സൺ ഫിലിംസ് യൂസ് ചെയ്യാം. അപ്പം കേരള ഇറങ്ങുന്ന മിക്ക വണ്ടികളും ഫ്രണ്ട് AC മാത്രമുള്ളതാണ്. അപ്പം ബാക്കിലോട്ടുള്ള ഇത്രയും ചൂടും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫോർട്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു വിധി കാരണം ഇത് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. സീ ത്രൂ ആണ്. 50% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കാണാവുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ക്യാമറ, ഇതുപോലെ ഈ ക്യാമറാസിലെല്ലാം വ്യക്തമായിട്ട് ഇപ്പം ഫോട്ടോസ് ആയാലും വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ കാർട്ടിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളായ ജോജി ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം, ഈ ഹൈക്കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്, കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ എത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് വിധി വന്നതിന് ശേഷമുള്ള ഒരവസ്ഥ? വിധി വന്നതിന് ശേഷം രാവിലെ 7 മണി തൊട്ട് രാത്രി ഒരു 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു ദിവസം ആവറേജ് ഒരു 20 വണ്ടിക്ക് മുകളിൽ ഒട്ടിക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഈ കൂളിംഗ് ഫിലിമിലൊക്കെ പല തരത്തിലുള്ള ഫിലിമുകളുണ്ട്. ഇപ്പോൾ പ്രൈസ് റേഞ്ചിലാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രയോജനത്തിൻ്റെ കാര്യങ്ങളിൽ പല റേഞ്ചിലുള്ളതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇപ്പോൾ ഗർവാരയുടെ ഫിലിമാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. നല്ല ക്വാളിറ്റി ഫിലിം, അവരുടെ ബ്രാൻഡഡ് നമുക്ക് 50-70 ആ പെർസെൻറ്റേജ് കിട്ടുന്ന ഫിലിമാണെങ്കിൽ ഏകദേശം ഒരു 2000 രൂപ ഒരു വണ്ടി ഒട്ടിക്കാനായിട്ട് വരും. അത് സൈഡ് ഗ്ലാസും ബാഗും കവർ ചെയ്യാനായിട്ട്. അതല്ല, നമുക്ക് ഇപ്പോൾ ആൻറ്റി ഗ്ലെയർ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. ആൻറ്റി ഗ്ലെയർ ഫിലിം വരുവാണെങ്കിൽ 2000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ആൻറ്റി ഗ്ലെയർ ഫിലിം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതെല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട് ആൾക്കാർ. പണ്ടത്തെ ഒരു ട്രെൻഡിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം കുറച്ച് പ്രീമിയം ടൈപ്പ് ഫിലിമാണ് ആൾക്കാർ ചെയ്യുന്നത്. അതായത് 70%, 50% അതിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല ഫിലിം, നല്ല ക്വാളിറ്റി ഫിലിമാണ് ചെയ്യുന്നത്. സാധാരണ ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഒരു 10000 രൂപ വരെയൊക്കെ വരാം. ഈ സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറയുന്ന അതാണ് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഗാർവെയറിന്റെ ഹൈടെക് ഫിലിം സേഫ്റ്റി ഗ്ലേസിംഗ് ആർട്ടിക് കൂൾ ഷീൽഡ്. അതാണ് ഇപ്പോഴത്തെ. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിയമം എഴുതിയിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ കംപ്ലൈയിങ് വിത്ത് CMB റൂൾ 100(2)(3) and 3A ഈസ് 2553 പാർട്ട് 2 റിവിഷൻ. അപ്പോൾ അതാണ് നിയമം. ആ നിയമത്തിലുള്ള സഹിതമാണ് ഈ സാധനം ഇറങ്ങുന്നത്. അതെ. ഞങ്ങൾ കൂടുതലും ഡീൽ ചെയ്യുന്ന ഗർവാരയാണ്. നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഗർവാരയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ. പിന്നെ 3M ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഹൈ റേഞ്ചാണ്. അപ്പോൾ അത് അവൈലബിലിറ്റി പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അത് കിട്ടുന്നില്ല. ഈ ആളുകൾ കൂടുതലായിട്ട് ഏതാ ചൂസ് ചെയ്യുന്നത്, അവർ പ്രിഫർ ചെയ്യുന്ന ഏതാ? കൂടുതൽ നോർമൽ കസ്റ്റമേഴ്സ് എല്ലാം ഈ 2000 രൂപ റേഞ്ചിൽ താഴെയുള്ള ഫിലിംസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള പ്രീമിയം ആയിട്ടുള്ള വണ്ടികളുമായിട്ട് വരുന്നവർ 15000 രൂപ വരെയൊക്കെയുള്ള റേഞ്ചിലുള്ള ഫിലിം ചെയ്യുന്നുണ്ട്. ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് കൊണ്ട് ഈ ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് നമുക്കുണ്ടോ?
അല്ല, നമുക്ക് ഇതിൻ്റെ ഇപ്പം വന്നിരിക്കുന്ന വെച്ച് നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഒട്ടിച്ച് കഴിഞ്ഞാൽ അകത്തിരിക്കുന്നവരെ കാണാം. അപ്പം പ്രൈവസിക്ക് വേണ്ടിയിട്ടല്ല, ഇത് ചൂട് കുറയ്ക്കാൻ തന്നെയാണ്. ചൂട് കുറയ്ക്കുമ്പോൾ ഒരു വണ്ടി ഒരു 100, 150, 200 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ദിവസം ശരാശരി ഒരു 1-1.5 ലിറ്റർ പെട്രോളിൻ്റെ തന്നെ ലാഭം കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ എൻഡിലാണ് സാധാരണ 4 ലിറ്ററാണ് AC വർക്ക് ചെയ്യുന്നത്. ഇത് 2 വിട്ട് നമുക്ക് AC വർക്കിംഗ് കിട്ടും, അതിൻ്റെ എഫക്റ്റ് കിട്ടും. ഹൈക്കോടതി അംഗീകരിച്ചു, നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും പിന്നെ മറ്റേ ആൾക്കാരോട് പറയാനുള്ള കളറ് കൂടുതൽ ഒട്ടിക്കില്ല, നിയമത്തിൽ പറയുന്ന മാത്രം ചെയ്യുക. അതിന് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നല്ല ഫിലിം ചെയ്യുക. നമസ്കാരം സ്വരൂപ്. ഈ ഒരു ഹൈക്കോടതി വിധി അറിഞ്ഞിരുന്നു. എങ്ങനെ കാണുന്ന ഹൈക്കോടതി വിധിയെ? വളരെ നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ. ബിക്കോസ് നമുക്ക് കുറച്ച് നാളെ ഒന്നാമത് കേരളത്തിൽ ഭയങ്കര ചൂടാണ്. അപ്പം ടോപ്പ് എൻ വണ്ടികൾ മാത്രമേ ഈ കൂൾ ഫിലിം അല്ല UV കട്ടായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികൾക്ക് അത് വേണ്ടതാണ്. അപ്പം നമുക്ക് AC-യുടെ യൂസേജ് കൂടുന്നതനുസരിച്ച് പെട്രോൾ കൂടും, മൈലേജ് കുറയും. സോ അതിന് കുറേ നാളായിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ വന്നു, വളരെ നല്ല തീരുമാനം. എന്താണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെ ഒന്ന് കൂളിംഗ് ഫിലിം ഒട്ടിച്ചേക്കാൻ തോന്നിയത്? പുതിയ നിയമം വന്നല്ലോ. 3 ദിവസം മുമ്പ് വാഗണാർ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പം കുറേ ബെറ്റർ ഉണ്ട്, ചൂടാകത്തൊക്കെ ഭയങ്കര ബെറ്റർ ആയിരുന്നു. പിന്നെ അതും കൂടെ ഇതും കൂടെ ചെയ്തിട്ട് അപ്പം വാഗണാർ ചെയ്തു. ഇപ്പൊ ഇത് വീണ്ടും ഡസ്റ്റർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വർക്ക് ചെയ്തതിന്റെ ഒരു? നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. വിളിച്ച ഉടനെ രാവിലെ പോയി ചെയ്തു തരാം. എങ്ങനെയുണ്ട് സർവീസും മറ്റു കാര്യങ്ങളും? എല്ലാം നല്ലതാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമ്മുടെ കൂടെ കാർട്ടിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളായ ടോം ചേട്ടനുണ്ട്. നമുക്ക് ടോം ചേട്ടനോടും കൂടി ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷമുള്ള ആളുകളുടെ ഒരു പ്രതികരണം? അവരെ കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട് ആളുകൾ ഈ വിധി വന്നതിന് ശേഷം? വളരെ നല്ല തിരക്കാണ്. ആളുകളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഇടുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ വിധി. കാര്യം ഇത്രയും നാളും ചൂടത്ത് വളരെ ബുദ്ധിമുട്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ഈ ഫിലിം ഒട്ടിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് ഇപ്പം 50% ഗവൺമെൻറ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും ലൈറ്റ് ഫിലിം ആണെങ്കിലും ചൂട് കൂടുതൽ കുറയ്ക്കുന്ന ഫിലിമുകളുണ്ട്. അത് പ്രീമിയം ക്വാളിറ്റി ഫിലിംസാണ്. അപ്പോൾ 70%, 80%, 60% അങ്ങനെ പല റേഞ്ചുകളുണ്ട്. അതനുസരിച്ച് അതിൻ്റെ വിലകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം അത് ഒട്ടിക്ക് ലൈറ്റ് ആകുന്നതോടും ചൂട് കൂടുതൽ ഒടിക്കുന്ന ഫിലിമിനാണ് വില കൂടുന്നത്. അപ്പം അത്രയും ചൂട് കുറയ്ക്കും. നല്ല പണ്ടൊക്കെ ബ്ലാക്ക് ഒടിച്ചിരിക്കുന്നത് പോലെ തന്നെ അത്രയും ചൂട് കുറയുകയും ചെയ്യും. നമുക്ക് വിസിബിലിറ്റിയാണ് 50% കൂടുതലില്ല. അങ്ങനെയുള്ള ഫിലിംസാണ് കൂടുതൽ ഇവിടെ പോകുന്നത്. പിന്നെ ഫ്രണ്ടിൽ ആൻറ്റി ഗ്ലെയർ ഉണ്ട്. ബാക്കിൽ അത് കാർക്ക് പാക്കേജ് വരുമ്പോൾ അത് 70% ഇൻബിൽറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 70% ലൈറ്റ് ആൻറ്റി ഗ്ലെയറാണ് ഒട്ടിക്കുന്നത്. അപ്പം ഒത്തിരി അവിടെ രാവിലെ ഞങ്ങൾ 7:30 തൊട്ട് വൈകുന്നേരം ഒരു 9:30, 10:30 അത് ആൾക്കാരുള്ള പോലെ നമ്മൾ ഈ വിധി വന്നതിന് ശേഷം നല്ല തിരക്കാണ്. ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഈ ഫിലിമിന് ഏതൊക്കെ റേഞ്ചാണ് ഉള്ളത്? പ്രൈസ് റേഞ്ച് ഉള്ളത് പ്രൈസ് റേഞ്ച് നമുക്കൊരു ഇപ്പം പറയുന്ന ഇത് വെച്ച് മാനദണ്ഡം വെച്ച് 50-70 ഒരു 2000 തൊട്ട് വിലയും കുറഞ്ഞതുണ്ട്. പക്ഷേ അതൊക്കെ അത്രയും ചൂട് കുറയ്ക്കത്തില്ല. ഗാർവേർ പറഞ്ഞ കമ്പനിയുടെ സാധനമാണ് നമ്മൾ ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. അതാണ് നല്ല ഫിലിമാണ്, റീസണബിളാണ്. പിന്നെ ഇത്രയും കൂടുതൽ കോസ്റ്റുള്ള ഫിലിംസൊക്കെ ഇനി വരുമായിരിക്കും. അത് കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ റീസണബിളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ലോക്കൽ ഇവിടുത്തെ പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇവിടെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് മോർ ദാൻ 50 കൺട്രിയിലോട്ട്. അത്ര ക്വാളിറ്റിയുള്ള ഫിലിമാണ്. അപ്പോൾ അവർ ഈ ഇത് തൊട്ട് ഒരു 2000 തൊട്ട് ഒരു 15,000-18,000 വരെയൊക്കെയുള്ള ഫിലിം ഇപ്പോൾ ഗാർവേറിനുണ്ട്. ഇനി പുതിയ പ്രൊഡക്റ്റ് പറഞ്ഞാൽ വരുമായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫിലിംസും ഉണ്ട്. നമ്മൾ ഈ ഫിലിം ഒട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് കാർട്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മൾ മാക്സിമം റീസണബിളായിട്ട് കൊടുക്കുന്നു. നല്ല ക്വാളിറ്റി വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാരണം എന്തെങ്കിലും പൊളിഞ്ഞു പോവുക എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നോർമൽ ഫിലിംസിന് പോലും നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഉള്ള ഫിലിംസ് എല്ലാം നമ്മൾ ഗ്യാരണ്ടി 2 ഇയർ ഗ്യാരണ്ടികൾ കമ്പനി തരുന്നുണ്ടായിരുന്നു. നേരത്തെ 5 ഇയർ വരെ ഗ്യാരണ്ടി കമ്പനി കാർഡ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി വരുമായിരിക്കും. ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ കാർഡോട് കൂടി. അപ്പം നമ്മൾ കാർഡിൽ വെഹിക്കിളിൻ്റെ ഇതെല്ലാം എഴുതി ഇപ്പോൾ അത് വരുന്നില്ല. വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കാരണം നമ്മൾ ഒട്ടിച്ച് നമ്മുടെ കുഴപ്പം കൊണ്ട് ഫിലിം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകും നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കും. നമുക്ക് ഈ ചൈനീസ് ഫിലിമുകളൊക്കെ മാർക്കറ്റിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം മാർക്കറ്റിൽ വളരെയധികം ലോ ക്വാളിറ്റി ഫിലിംസൊക്കെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പം അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വില നമ്മൾ ഇനിഷ്യലി ഒരു ലാഭത്തിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് അതൊരു 6 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷം വരെ കിട്ടത്തില്ല. വെയിൽ കൊള്ളുന്ന ഫിലിം, നല്ല ഓട്ടമുള്ള ഫിലിമാണ്. 6 മാസം കഴിയുമ്പോൾ ഫെയ്ഡായി പോകും. അത് ആദ്യം കേൾക്കുമ്പോൾ വില കുറവാണെന്നും പറഞ്ഞ് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ ഗാർവേറിൻ്റെ കമ്പനി ഫിലിമുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് ഫെയ്ഡ് ആകത്തില്ല.
പണിയായിട്ട് ഒരു 4-5 വർഷം 3-4 വർഷമൊക്കെ കിടന്നോളും ഫീഡാകാതെ. കോട്ടയം കാർട്ടിൻറ്റിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ വന്നവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, കേട്ട് കഴിഞ്ഞല്ലോ. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇപ്പം നിയമം അനുവദിച്ചിരിക്കുന്നത് 70%, അതായത് മുമ്പിലും പുറകിലുമുള്ള വിൻഷീൽഡിൽ 70% ട്രാൻസ്പെറൻസി, VLT എന്നാണ്, വിഷ്വൽ ലൈറ്റ് ട്രാൻസ്മിഷൻ എന്നാണ് അതിൻ്റെ സാങ്കേതികമായ പദം. VLT 70% VLT ഉള്ളതും സൈഡ് ഗ്ലാസുകളിൽ 50% VLT ഉള്ളതുമായ കൂളിംഗ് ഫിലിമുകൾ പതിപ്പിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി വിധിയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുമതി. ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഇപ്പം ഈ ഒരു വിധി വന്നതിന് ശേഷം ഈ വിധിയുടെ ഒരു മറവിൽ ഡാർക്ക് ഫിലിമുകൾ ഒട്ടിക്കാനായിട്ട് ഒരുപാട് പേര് ഇവരെ സമീപിക്കാറുണ്ട്. അവരെയൊക്കെ ഈ നിയമം പറഞ്ഞ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഇവർ നിരുത്സാഹപ്പെടുത്തി വിടാറാണ് പതിവ്. എന്ന് മാത്രമല്ല, ഇവരതിന് കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെ മാത്രമായിരിക്കില്ല, ഈ ഒരു തൊഴിൽ മേഖലയെ തന്നെ ഇത് ബാധിക്കും. തൊഴിൽ മേഖലയെ മാത്രമല്ല, ഇപ്പം ഞാനുൾപ്പെടെ വാഹനവുമായിട്ട് വഴിയിലിറങ്ങുന്ന ഒരുപാട് പേർക്ക്, ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി വന്നു, ഈ വിധി നാളെ വ്യാപകമായിട്ട് ലംഘിക്കപ്പെട്ട് ഇതിനപ്പുറത്തേക്ക് ഡാർക്ക് ഫിലിമുകളൊക്കെ ഒട്ടിച്ച് ട്രാൻസ്പെറൻസി തീരെ ഇല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹൈക്കോടതി തന്നെ ആ വിധി നള്ളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അനുവദിച്ചിരിക്കുന്ന ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ കാറുകളിൽ ആവശ്യമെങ്കിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും കോട്ടയം കാർട്ടിൻറ്റിലാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാർട്ടിൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഇവിടെ വന്ന് ആ വർക്ക് ന്യായമായ റേറ്റിൽ ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.